പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഈ വർഷത്തെ 2024 ബാങ്ക് പരീക്ഷാ സീസൺ ആരംഭിക്കുകയാണ്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് IBPSൻ്റെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് ഉള്ളതാണ്. കേരളത്തിൽ അത് കേരള ബാങ്ക്. വമ്പൻ അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്ലറിക്കൽ കാഡറിലും സ്കെയിൽ 1 ഓഫീസർ, അതായത് പ്രൊബേഷണറി ഓഫീസർ കാഡറിലേക്കുമുള്ള തസ്തികകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രസക്തമായ ജോലി വിവരം. അപ്ലൈ ചെയ്യാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. IBPSൻ്റെ വെബ്സൈറ്റിൽ കയറി ഇന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. IBPSൻ്റെ വെബ്സൈറ്റ് www.ibps.in എന്നാണ്. 7-6 ജൂൺ മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 27-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. അപ്പോൾ 21 ദിവസം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. നിങ്ങളുടെ എലിജിബിലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്, അത് അബദ്ധമാകും. പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളുണ്ടാകും. ഓഫീസേഴ്സ് കാഡറിൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. ക്ലറിക്കൽ കാഡറിൽ പ്രിലിമിനറി മെയിൻസ് മാത്രമേ ഉള്ളൂ. പ്രിലിമിനറി എന്ന് പറയുന്നത് ഒരു എലിമിനേഷൻ ടെസ്റ്റാണ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻസ് ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ ജൂണായി, ജൂൺ, ജൂലൈ, ഓഫ് കോഴ്സ് ഓഗസ്റ്റ്, 2.5 മാസം നിങ്ങൾക്ക് കിട്ടും. മെയിൻസ് എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 4 മാസം, 3.5-4 മാസം കിട്ടും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സഫിഷ്യൻറ്റ്. പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വർദ്ധിത ഊർജ്ജത്തിൽ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, അവസാന തീയതി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 27. പ്രിലിംസ് എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസത്തിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മെയിൻസ് നടക്കും. ഇനി സ്കെയിൽ 1 ഓഫീസേഴ്സ്, അതായത് പ്രൊബേഷണറി ഓഫീസേഴ്സിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട്. അത് നടക്കാൻ പോകുന്നത് നവംബറിലാണ്. 2025 ജാനുവരി മാസത്തിൽ ഒരു ജോബ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ചാൻസ്. വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം യു വിൽ ഗെറ്റ് എ ഗ്യാരൻറ്റീഡ് ജോബ്. നന്നായിട്ട് പഠിക്കുക. ഇനി പരീക്ഷയെക്കുറിച്ചുള്ള മറ്റ് വിശദ വിവരങ്ങൾ ഞാൻ പറയട്ടെ. എലിജിബിലിറ്റി എന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. നിങ്ങൾ ഏത് ഡിസിപ്ലിനായാലും, BA ആവട്ടെ, BSc ആവട്ടെ, BCom ആവട്ടെ, BTech ആവട്ടെ. ഈ അടുത്ത സമയത്ത് കുറച്ചധികം മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നു. BTechകാർക്ക് മാത്രമാണോ ബാങ്ക് പരീക്ഷ, ഓഫീസർ പരീക്ഷ, ക്ലറിക്കൽ പരീക്ഷ? അങ്ങനെയൊന്നുമല്ല. BTechകാരാണ് കൂടുതൽ പരീക്ഷ എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ BTechകാർ കയറും. അതുകൊണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ബയാസും ഈ പരീക്ഷയ്ക്കില്ല. എനി ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഡിസിപ്ലിനും ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഓഫീസ് അസിസ്റ്റൻസ് മൾട്ടിപർപ്പസ്, അതായത് ക്ലറിക്കൽ തസ്തികകളിലേക്ക് ഗ്രാജുവേഷൻ മതി. സ്കെയിൽ 1 ഓഫീസർ തസ്തികകളിലേക്കും ഗ്രാജുവേഷൻ മതിയാകും. പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് വേണം. നിങ്ങൾ ഏത് സംസ്ഥാനത്തേക്കാണോ പരീക്ഷ എഴുതുന്നത് ആ സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് വേണം. കമ്പ്യൂട്ടർ വർക്കിംഗ് നോളജ് ഡിസൈറബിൾ എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജൊക്കെ ഉണ്ട്. അത് ഡിസൈറബിൾ എന്നേ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് റീസണിങ്, കണക്ക്. പ്രിലിംസ് പറയുന്നൊരു എലിമിനേഷൻ ടെസ്റ്റാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ വിശദമായി എങ്ങനെ പഠിക്കണം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്. മെയിൻസ് പരീക്ഷയ്ക്ക് റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇങ്ങനെ ടോപ്പിക്കിലാണുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് 200 ചോദ്യം, 200 മാർക്കുകളാണ്. ഇതുപോലെ ഓഫീസർ സ്കെയിൽ 1, അതായത് പ്രൊബേഷണറി ഓഫീസറിനും റീസണിങ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ ടോപ്പിക്കിലാണ്. അതും 200 ക്വസ്റ്റ്യൻ, 200 മാർക്കാണ്. 2 പരീക്ഷയ്ക്കും, ക്ലറിക്കലിനും ഓഫീസേഴ്സിനും 2 മണിക്കൂറാണ് പരീക്ഷ. 200 ചോദ്യം, 200 മാർക്ക്, 2 പരീക്ഷ. ഈ മെയിൻസ് പരീക്ഷ കഴിഞ്ഞാൽ അതിനകത്ത് നല്ല സഫീഷ്യൻറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ക്ലറിക്കൽ തസ്തികകളിലേക്കാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൂടാതെ തന്നെ നിങ്ങൾക്ക് ജോലിയായി. എന്നാൽ ഓഫീസർ പരീക്ഷയിലാണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടാകും. അതും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയായി. ഇനി വേക്കൻസിയെക്കുറിച്ച് ബ്രീഫ്ലി ഒന്ന് പറയാം. കേരളത്തിലും തമിഴ്നാട്ടിലെയും, അതാണല്ലോ നമുക്ക് കൂടുതൽ പ്രസക്തമായത്. നമ്മളുടെ വിദ്യാർത്ഥികൾ ഇവിടെ കൂടുതലും മലയാളികളും തമിഴരുമാണല്ലോ. കേരളത്തിൽ ക്ലറിക്കൽ തസ്തികകളിലേക്ക് 100 വേക്കൻസിയാണുള്ളത്. അത് തമിഴ്നാട്ടിൽ 377 വേക്കൻസിയാണുള്ളത്. കഴിഞ്ഞ കൊല്ലം കേരളത്തിലായിരുന്നു കൂടുതൽ. ഇത്തവണ കേരളത്തിൽ 100, തമിഴ്നാട്ടിൽ 377. പല കുട്ടികളും ചോദിക്കും, ഞങ്ങൾ തമിഴ്നാട് വെക്കട്ടെ? തമിഴ് അറിയാമെങ്കിൽ വെക്കുക,
പ്രൊഫിഷ്യൻസി ഓഫ് ലോക്കൽ ലാംഗ്വേജ് അതവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഇത് കർണാടക കൂടെ പറയാം. കർണാടകയിൽ ക്ലറിക്കൽ വേക്കൻസി എന്ന് പറയുന്നത് കർണാടക ഗ്രാമീൺ ബാങ്ക്, കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക്, ഇങ്ങനെ 2 ബാങ്കുകളാണ് കർണാടകത്തിലുള്ളത്. അവിടെ 200 വേക്കൻസി ഉണ്ട്. അതും കുറച്ച് വിദ്യാർത്ഥികൾ കർണാടകക്കാരും ഇവിടെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്താണ് ഞാനിത് പറയുന്നത്. 200 വേക്കൻസി. ഇനി ഓഫീസർ തസ്തികകളാണെങ്കിൽ കേരളത്തിൽ 195 വേക്കൻസി ഉണ്ട്, തമിഴ്നാട്ടിൽ 110 വേക്കൻസിയാണുള്ളത്, കർണാടകത്തിൽ കുറച്ചധികമുണ്ട്, 386 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ കേരളത്തിലുമുള്ള വേക്കൻസികൾ. നല്ല നമ്പർ ഓഫ് വേക്കൻസിയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ക്ലറിക്കൽ തസ്തികകളാണെങ്കിൽ കോമ്പറ്റീഷൻ വിൽ ബി ഫ്രം വിത്തിൻ ദ സ്റ്റേറ്റ്. ഈ ഓഫീസർ തസ്തികകളും ഫ്രം വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരിക്കും, കാരണം ലോക്കൽ ലാംഗ്വേജ് അറിയണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് പരീക്ഷകളുടെ ഒരു ബ്യൂട്ടി അതാണ്, ദ കോമ്പറ്റീഷൻ ഈസ് ലിമിറ്റഡ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ നന്നായി പഠിക്കുക. വൻ അവസരങ്ങളാണ് വന്നേക്കുന്നത്. ഇതിന് പുറകെ ഇനി IBPS വരും, SBI വരും, SBI ക്ലറിക്കലും ഓഫീസർ വരും, IBPS ക്ലറിക്കലും ഓഫീസർ വരും. നല്ല ഒന്നാം തരം ചാൻസാണുള്ളത്. പഠിക്കുക, നന്നായി പഠിക്കുക. എല്ലാ വിജയവും ഉണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ്.